ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് തേക്കടിയിലാണ്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. റിസോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു കട്ടനടിച്ചു. രാവിലത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഈ റിസോർട്ടിലായിരുന്നു ഇന്നലെ എൻ്റെ ഗസ്റ്റ് സ്റ്റേ ചെയ്തത്. സ്പൈസ് ഗ്രോവ് അണക്കര. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. നമുക്ക് ഡ്രൈവർമാർക്ക് സുഖമാണ്. വണ്ടി കഴുകാനുള്ള സൗകര്യം, പാർക്കിംഗ് ഏരിയ, ഭക്ഷണം, നല്ല ബാത്റൂം, എല്ലാ സൗകര്യവും നമുക്കിവിടെ ഉണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പം ഓരോ ഡ്രൈവർ സുഹൃത്തുക്കളും വണ്ടി ക്ലീനിങ് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പം ഞാനും നേരെ കാറ് കഴുകാൻ വേണ്ടി കയറ്റി. 2 ദിവസമായിട്ട് കഴുകാൻ പറ്റിയില്ലായിരുന്നു, വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഫുള്ള് കഴുകി ഇനി കുളിക്കാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് ഫുഡുണ്ട്. നല്ല അടിപൊളി ദോശയും ചമ്മന്തിയായിരുന്നു രാവിലത്തെ ഫുഡ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗസ്റ്റ് വിളിച്ചു, റെഡിയാന്ന് പറഞ്ഞ്. അങ്ങനെ അവരുടെ ലഗേജ് എല്ലാം വണ്ടി കയറ്റി തേക്കടിയോട് യാത്ര പറഞ്ഞ് നേരെ ഇനി ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ റോഡാണ്. 2 സൈഡിലും പച്ചപ്പും തേയിലത്തോട്ടമായി നല്ല മനോഹരമായ റോഡ്. അങ്ങനെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം എത്തിയപ്പം വണ്ടി ഒന്ന് നിർത്തി ഗസ്റ്റിന് ഫോട്ടോ എടുക്കാനും വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാനും. കുറച്ച് ദിവസം മുമ്പ് വരെ വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, മഴയൊക്കെ പെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആലപ്പുഴ ചുങ്കത്താണ്. ഗസ്റ്റിന് ഇന്ന് ഹൗസ് ബോട്ടാണ്. അപ്പോൾ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് ഞാനിനി ഇന്ന് വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ പാർക്കിങ്ങിൽ കിടന്ന് മുഷിയുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോകുന്നതാണ്. പിന്നെ പോകുന്ന വഴി വിശന്നപ്പം ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ നമ്മുടെ വണ്ടിയിലെ CNG ഏകദേശം തീർന്നായിരുന്നു. സപ്ലൈക്കോടെ പമ്പിൽ കയറി ഫുൾ ടാങ്ക് CNG അടിച്ചു. ഇനി വീട്ടിൽ പോകാനും പോയിട്ട് വരാനും ഇത് മതി. പിന്നെ മണ്ണഞ്ചേരി അമ്പലകുളം അങ്ങനെ എത്തിയപ്പം ജ്യൂസ് കടയിൽ കയറിയതാണ്. ഇവിടുത്തെ ഷെയ്ക്കൊക്കെ വളരെ ഫേമസ് ആണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി ഇനി ഇന്ന് വീട്ടിൽ തന്നെയാണ്. അപ്പം അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും ബൈ.